So hello guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എടുക്കുന്ന ബി റോൾസ് നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരു ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി ബി റോൾസ് നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ മെയിൻലി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ബീറ്റുകൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷോട്ടുകൾ ലിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പാർട്ട് 1 നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ക്യാമറ സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഷോട്ടുകൾ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്, ആൻഡ് നമ്മൾ എങ്ങനെയാണ് ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി വെരി എൻഡ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ബി റോളിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് അടക്കം നമ്മൾ ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഏറ്റവും അധികം കൺസിഡർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്യാമറ സെറ്റിങ്സ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നവരായാലും ക്യാമറയിൽ വീഡിയോ എടുക്കുന്നവരായാലും പ്രോപ്പർ ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ഏറ്റവും വരെ നമ്മൾ നോക്കാൻ പോകുന്നത് FPS ആണ്, അല്ലെങ്കിൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്. നമ്മളൊരു ബി റോൾ എടുക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അതിനകത്ത് സ്ലോ മോഷനും സ്ലോ ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 60 ഫ്രെയിംസിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കുക. 60 ഫ്രെയിംസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ FPSനെ പറ്റി പറയുമ്പോൾ നമ്മൾ അടുത്തത് എന്തായാലും പറയേണ്ടത് ഷട്ടർ സ്പീഡിനെ പറ്റിയാണ്. കാരണം ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ജനറൽ റൂൾ വരുന്നുണ്ട്. നമ്മൾ എത്ര FPSലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിന് ഡബിൾ ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 60 ഫ്രെയിംസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 120 ആയിരിക്കണം. സോ ഈ ഒരു ജനറൽ റൂൾ നിങ്ങൾ മൈൻഡിലൊന്ന് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിംഗ് സിനാരിയോ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും. കാരണം ഈ ഒരു FPS ഷട്ടർ സ്പീഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള മോഷൻ ബ്ലർ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാനാണ്. അടുത്തെന്ന് പറയുന്നത് ISO വാല്യൂ ആണ്. ISOനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ജനറൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ഗ്രെയിൻസോ നോയ്സോ അതൊക്കെ വരുന്നത് കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ISO വാല്യൂ യൂസ് ചെയ്യുക. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. നിങ്ങളുടെ ക്യാമറയിൽ പിക്ചർ പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. കാരണം നമുക്ക് ലോഗ് ഫയലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ S ലോഗ് വരുന്നുണ്ട്, സിനി ലോഗ് ഉണ്ട്, അതല്ലെങ്കിൽ HLG എന്ന് പറയുന്ന ലോഗ് ഫയൽ വരുന്നുണ്ട്. ഇതേപോലത്തെ ലോഗ് ഫയലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡൈനാമിക് റേഞ്ചും കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ആക്സസിബിലിറ്റി കിട്ടും. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അപ്പർച്ചർ വാല്യൂ ആണ്. ഏറ്റവും കൺഫ്യൂസിങ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർച്ചർ ആണ്. ആൻഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അപ്പർച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെൻസ് ദാറ്റ് വി യൂസ്. സോ നമ്മുടെ ഒരു പ്രൈം ലെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള അപ്പർച്ചർ യൂസ് ചെയ്യാം. ഒരു 1.8 1.4 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ 1.4 ഷൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഷോട്ടിൽ നല്ല ലൈറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, അതായത് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് നമ്മുടെ ഷോട്ടിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഫോക്കസിലാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1.4 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടാണ് ഏറ്റവും ഫോക്കസിലായിട്ടുണ്ടാവുക, ആൻഡ് ഏതെങ്കിലുമൊക്കെ ഒരു കോർണർ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ടാവും. അതായത് F5 അല്ലെങ്കിൽ F6 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫുള്ളി ഷാർപ്പായിട്ട് ഫോക്കസിലായിരിക്കും, പക്ഷേ നമ്മുടെ ഇമേജിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയും. ഒപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡും. നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സിംഗിൾ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ വൈഡ് ആയിട്ടുള്ള അപ്പർച്ചറിൽ തന്നെ ഷൂട്ട് ചെയ്യുക. അതല്ല നിങ്ങളുടെ മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു F4 അല്ലെങ്കിൽ F5 നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റിങ്സിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഷോട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഷോട്ടുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ഷോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കാം. നമ്മളൊരു 10-20 ഷോട്ടൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 4 ഷോട്ടെങ്കിലും മിനിമം ഒരു സിഗ്നേച്ചർ ഷോട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ആ 4 ഷോട്ട് കാണുമ്പോൾ ഓഡിയൻസിനൊരു വൗ ഫാക്ടർ ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയായിരിക്കും ഈ ഷോട്ട് എടുത്തിട്ടുണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള 4 ഷോട്ട് മിനിമം നിങ്ങളുടെ ബി റോൾ നിങ്ങൾ കൊണ്ടുവരിക. അതല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്ന നോർമൽ ആവറേജ് ബി റോളായിട്ട് നമ്മുടെ ബി റോളും അതിൻ്റെ ഒപ്പം പോകും. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനായിരിക്കും നമ്മൾ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആ ഒരു ബി റോൾ സീക്വൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോട്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആ ഒരു വലിയ പാക്കേജിങ് ഒരു സൈഡിലോട്ട് പോയി, അപ്പോൾ നമ്മുടെ ടേബിൾ എംപ്റ്റി ആണ്. തിരിച്ച് അതേ ഒരു മോഷൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിൻ്റെ ബോക്സ് റിവീൽ ചെയ്യുന്ന ഒരു ഷോട്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ബോക്സ് മുകളിലേക്ക് പറക്കാണ്, അതിൻ്റെ കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രൊഡക്റ്റ് തന്നെ മുകളിലോട്ട് പോയെന്നാണ് അവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ക്യൂരിയോസിറ്റി. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഷോട്ട്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പണിയെടുത്തിരിക്കുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ റിമോട്ട് അവിടുന്ന് ഊരി വന്ന് നമ്മുടെ ക്യാമറയിലോട്ട് വന്ന് ഫോക്കസായി തിരിച്ച് ആ റിമോട്ട് കറങ്ങിപ്പോയി ആ ഒരു പ്രൊഡക്റ്റിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോട്ടോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ
പ്രൊഡക്റ്റിൻ്റെ റിമോട്ട് ഡിറ്റാച്ചബിൾ ആണ് അല്ലെങ്കിൽ റിമൂവബിൾ ആണ് നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള 3 മെയിൻ ഷോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ഷോട്ടും ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റിമോട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് അടിയിൽ നമുക്കൊരു ട്രൈപോഡ് ബേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും നമ്മുടെ ഓഡിയൻസിന് കാണിക്കാൻ പറ്റിയ ഷോട്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷോട്ടുകൾ പ്ലാൻ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഷോട്ടുകളെ പറ്റും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ഷോട്ട് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ വന്നു, നിങ്ങൾക്കതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതൊരു ഐഡിയ ഇല്ല, നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ഷോട്ടുകൾ നിങ്ങൾ ആദ്യം എടുക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ അപ്പോൾ തന്നെ അത് PC-യിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നോക്കുക. ആ ഒരു ഷോട്ട് വർക്ക് ആവാൻ നോക്കുക. അതല്ലെങ്കിൽ അത് റീടേക്ക് എടുക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ അടുത്ത ഷോട്ടിലോട്ട് പോകുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. നമ്മൾ അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഷോട്ടുകളോട്ട് പോകുക. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയാൻ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഷോട്ട് നിങ്ങളുടെ മനസ്സിൽ ഐഡിയ, അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എക്സിക്യൂട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇപ്പോൾ ഈ ഒരു റിമോട്ട് ഇവിടുന്ന് തെറിച്ച് വന്ന് നമ്മുടെ ക്യാമറയിലോട്ട് പോയി അത് തിരിച്ച് പോകുന്ന ആ ഒരു ഷോട്ട് ഇവിടുന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ പെപ്സിയുടെ ആഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആ പെപ്സി ക്യാനിൻ്റെ ക്യാപ്പ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. സോ ആ ക്യാപ്പ് ഇങ്ങനെ കറങ്ങി വന്ന് ക്യാമറയിൽ ഫോക്കസായി തിരിച്ച് ആ ബോട്ടിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഷോട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെ നമുക്കത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു റിമോട്ടിൻ്റെ ബാക്കിൽ ഒരു ഈർക്കിൾ നമ്മൾ ടേപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗിംബലിൻ്റെ അവിടെ നിന്ന് ഈ ഈർക്കിൾ ഇങ്ങനെ പിടിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ മെല്ലെ നമ്മൾ നമ്മുടെ ക്യാമറയുടെ ഫോക്കസിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ അവിടെ കുറച്ച് നേരം പിടിച്ചു. ഒരു 2 സെക്കൻഡ്സിന് ശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ച് നമ്മുടെ റിമോട്ടിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോട്ട്. ഇത് ഫസ്റ്റ് ടേക്കിലാണ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് ടേക്കിന് ശേഷമാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോട്ട് എടുത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോട്ട് അപ്പോൾ തന്നെ PC-യിലോട്ട് ഇടുക, എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് സാറ്റിസ്ഫൈ ആവുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെ ആയിരുന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് അവസാനം വന്ന റിസൾട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം നമ്മൾ ജസ്റ്റ് നമ്മുടെ റിമോട്ട് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു ഷോട്ട് എടുത്തു, അതവിടെ എൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഫോക്കസിലോട്ട് വരുന്ന സെക്കൻഡറി ഒരു ഷോട്ട് എടുത്തു. അതിനുശേഷം തിരിച്ച് ആ റിമോട്ട് പ്ലേസിലോട്ട് പോകുന്ന 3 ഷോട്ട് എടുത്തു. ഇതാണ് നമ്മുടെ മെയിൻ 3 ഷോട്ട്. നാലാമത്തെ എന്ന് പറയുന്നത് ഇതേ റിമോട്ടിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തു. നമുക്ക് ആ റിമോട്ട് മൂവ് ചെയ്യാണല്ലോ. സോ ഒബ്വിയസ്ലി അതിൽ മോഷൻ ബ്ലർ വരും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീൻ ഷോട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ട് ചെയ്ത് റിമോട്ട് മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ഇമേജിന് നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു PNG ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്തു. ആൻഡ് അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് റിമോട്ട് പൊന്തി വന്ന ആ ഒരു ഷോട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഒരു 2 ഫ്രെയിം സ്കിപ്പ് ചെയ്തിട്ട് ഈ മോഷൻ ബ്ലർ കൊടുത്തിരിക്കുന്ന ഒരു PNG ഫയൽ നമ്മളവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 2 ഫ്രെയിം സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു PNG ഫയൽ നമ്മൾ വീണ്ടും വയ്ക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ആ ഒരു PNG ഫയൽ നമ്മുടെ ലെൻസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ PNG ഫയലിൻ്റെ സൈസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത ഫ്രെയിം വീണ്ടും നമ്മൾ 2 ഫ്രെയിം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നമ്മുടെ മെയിൻ റിമോട്ട് ഫോക്കസിൽ വരുന്ന മെയിൻ ഷോട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഇതേ പ്രൊസീജിയറാണ് നമ്മൾ തിരിച്ച് റിമോട്ട് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഷോട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ട്. ഇനി ബാക്കി ഷോട്ട് ഞാൻ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ബിഹൈൻഡ് ദ സീൻസിലൂടെ കാണിച്ചു തരാം. സോ ഇവിടെ നമ്മുടെ പാർട്ട് 2 കൂടി എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ 2 പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മെയിൻലി നമ്മളൊരു BROLL സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് തൊട്ട് നമ്മുടെ എൻഡിങ് റിസൾട്ട് വരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയൊരു BROLL ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട് നിങ്ങൾ ഇറക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്ന് അവർക്ക് അറിയേണ്ട, നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ ഏതാണെന്ന് അവർക്ക് അറിയേണ്ട. അവരാകെ കൂടി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു BROLL സീക്വൻസിൻ്റെ ഫൈനൽ ഔട്ടാണ്. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ക്ലയൻസിനെ ഇമ്പ്രസ് ചെയ്യണം. ആൻഡ് ക്ലയൻസിന് എന്താ വേണ്ടത്? ഒരു 30 സെക്കൻഡ് BROLL നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവർ മനസ്സിലാക്കി അവർ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീഡിയോ കണ്ട് മേടിക്കണം. അതാണ് ക്ലയൻസിൻ്റെ ആവശ്യം. സോ ഈ നീഡുകൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ക്ലയൻസിനെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലയൻസിനെ കിട്ടുന്നത്, നമ്മളെങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. സോ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതൊരു ബൈ, പീസ്.